കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ തത്വകലശമായിരുന്നു. നാളെ സഹസ്രകലശമാണ്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നാളെ രാവിലെ 4 മണി തൊട്ടിട്ട് 11:30 വരെ ദർശനത്തിലൊക്കെ നിയന്ത്രണം ഉണ്ടാവും. നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. മറ്റന്നാളും അതുതന്നെ. മറ്റന്നാൾ ബ്രഹ്മകലശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ ഉത്സവമാവാറായി. അതിൻ്റെയൊക്കെ എന്താ പറയുക, തിരക്കുകളായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ രൂപത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ടിരിക്കുന്നത് എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് പ്രദക്ഷിണം ചെയ്ത് ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരം കാണാം, വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് ആ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കിയിട്ട് നരസിംഹത്തെ ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് കാണുന്നത് കാളിയമർദ്ദന രൂപമാണ്. പാമ്പിനെ ഇങ്ങനെ കാണുന്നു, പാമ്പിൻ്റെ ഫണങ്ങൾ കാണുന്നു. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. അതിൻ്റെ മുകളിൽ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിന്ന് നൃത്തം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. 2 കാലിൻ്റെയും കാൽത്തടകൾ കാണാണ്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ കാളിയമ്പാമ്പിൻ്റെ വാലും പിടിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ പിടിച്ചിട്ടേ ഉള്ളൂ, വിളിക്കണമൊന്നുമില്ല. അങ്ങനെ നോക്കിയാൽ മാറിൽ നോക്കുമ്പോൾ ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം, അതേപോലെ തിരുനെറ്റിയിലും ഉണ്ട് ഒരു ഗോപീതിലകം. അങ്ങനെ ചേർത്തിയിട്ടുണ്ട്. തിരുമുടിമാല 3 എണ്ണം ഉണ്ട്. 3 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവിൻ്റെ ഒന്ന്, പിന്നെ തെച്ചിയും തുളസിയും ആയിട്ടുള്ള ഒന്ന്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടൊന്ന്. അതുമാതിരി ഉണ്ടമാല ഒരെണ്ണമാണ്. അത് നല്ല വലിയ കട്ടിയുള്ള ഉണ്ടമാനെ, അതും തെച്ചി തുളസി വെളുത്ത പൂവായിട്ടുള്ളത്. പിന്നെ കാതിൽ ചെവിപ്പൂക്കളെ കാണാണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം, കാളിയമർദ്ദന രൂപം, വളരെ രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴുതോളൂ കേട്ടോ. അങ്ങനെ തൊഴുത് അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ ആനന്ദശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. പിന്നീട് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക. എന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമീനെ കാണാം. ഉഗ്രരൂപിയായിട്ടുള്ള നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും
വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിൻ്റെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുക. പിന്നീട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരം ഇങ്ങനെ തിളങ്ങണ കാണാം. പിന്നെ നമ്മൾ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറയും അവിടെ കിടാവിളക്ക് കാണാം. മുളാറയിൽ നിറയെ ധാന്യങ്ങൾ ഇങ്ങനെ മുളച്ച് വരുന്നത് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ വന്ന് അമ്മയുടെ മുന്നിലെത്തിയിട്ട് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ വന്ന് ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെ ആവും. ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. അപ്പോൾ ആ കാളിയ മർദ്ദൻ്റെ രൂപിയെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കൂത്തമ്പലത്തിൽ നാളേക്കൊക്കെയുള്ള എന്താ പറയുക സഹസ്രകലശത്തിൻ്റെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെയായി അതൊക്കെ കാണാം. പിന്നീട് നമുക്കിങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. എന്നിട്ട് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമ്മൾക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ കാണിച്ച് തീർത്തു കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ.